അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. ഇപ്പം ഇത്തരം എനർജികൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം ഞാനിതൊന്നും പഠിച്ചില്ല. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് സത്യം എനിക്ക് ഉറക്കം പോയി, എന്ത് ചെയ്യണം ഞാൻ? നമ്മൾ സാധാരണ ഞാനൊക്കെയാണെങ്കിൽ 100 വരെ 200 വരെയൊക്കെ എണ്ണം, ശരിക്കും ചിലപ്പോൾ ഉറക്കം. സാർ ആ എണ്ണത് റിവേഴ്സിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ. ഞാൻ പറയും ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് ബെഡിൽ കിടക്കുക, അല്ലെങ്കിൽ വാട്ടെവർ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക. ജസ്റ്റ് നമ്മൾ ഹീൽ ചെയ്യും, ജസ്റ്റ് 2 to 3 മിനിറ്റ് ഹീൽ ചെയ്യും. എന്നിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറയും. ഒരു ബെഡ് കിടന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. എന്തായാലും അതൊരു ഭയങ്കര ഒരു കാര്യമായിട്ടാണ്. എനിക്കിപ്പോൾ ഇതിപ്പോൾ ആർക്കൊക്കെ ഹീൽ ചെയ്യാം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് ഡിസീസുള്ള ആൾക്കാർ യൂസ് ചെയ്യരുത്, ഫിക്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കരുത്, മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുത്. പക്ഷേ ഞങ്ങളെല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരിക്കലും മെഡിസിൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് മാത്രമായിട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ചിന്തിക്കുമ്പോൾ ആളുടെ മാനസിക തലങ്ങളാണ് മാറുന്നത്. അല്ല, ചിലപ്പം അവരുടെ പ്രഷറായിരിക്കാം. ഒരു അമ്മ അത് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. കഴിഞ്ഞ ദിവസം ഇതേപോലെ എനിക്കൊരു കോൾ വന്നതാണ്. എൻ്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ചു പോയി, എനിക്ക് അവനെ തിരിച്ചു വേണം. ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞ IPS ഓഫീസർ അല്ലെങ്കിൽ IAS ഓഫീസർ, കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പദവിയാണോ? നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ എനർജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സാറിന് 100 കിട്ടേണ്ടടുത്ത് 500 കിട്ടും, നല്ല മാർഗത്തിലൂടെ. നമസ്കാരം, അമേസിംഗ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം സഫ്തറാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. താങ്ക് യു. ഈ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇപ്പോൾ റേക്കി പോലുള്ള മൊഡാലിറ്റീസ് ഉണ്ട്, അതുപോലുള്ള ഒരുപാട് എനിക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് മൊഡാലിറ്റീസുകളുണ്ട്. ഈ ഇത്ര വ്യത്യാസമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് റേക്കി, പ്രാണിക് ഹീലിംഗ്, ഹോപ്പനോപ്പനോ ഇങ്ങനെയുള്ള പല മേഖലകൾ പഠിച്ച ആൾക്കാരാണ് വരുന്നത്. ഒരു 60 to 70%. ഇതിനൊരു മെയിൻ കാരണമുണ്ട്. റേക്കിയിൽ നമ്മളൊരാളെ ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം 30 to 45 മിനിറ്റ്. ജാപ്പനീസ് മാഗ്നറ്റിസത്തിൽ ഞങ്ങൾക്ക് ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ മതി. ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് നടക്കും, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. ദേ വിൽ ഫീൽ ദ എനർജി. അതിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ചെന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന പോലെ അല്ലേ, പെട്ടെന്ന് റെഡി ആയത്. പക്ഷേ ഈ ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് കാലം നിലനിൽക്കുമോ, അത് ആ സമയത്തേക്ക് മാത്രമാണ്? അല്ല സാർ, ഇത് ഒരുപാട് കാലം നിലനിൽക്കും. ചില ഹീലിങ്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടാവും. കാരണം ആ ഒരു അസുഖത്തിൻ്റെ കാലപ്പഴക്കം പോലെയാണ് അതിൻ്റെ ഹീലിങ്ങിൻ്റെ പ്രോസസ്സ്. വലിയ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അസുഖങ്ങൾ, ഫിസിക്കൽ, മെൻ്റൽ, റിലേഷൻഷിപ്പ്, മണി ബ്ലോക്കേജുകൾ, അവരെ ബാധിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാം സോൾവ് ചെയ്യാനുള്ള ടൂൾസ് ജാപ്പനീസിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഞാൻ എപ്പോഴും ഒറ്റ ഉത്തരേ പറയുന്നുള്ളൂ, കർമ്മ ബാധിക്കാതെ നിങ്ങൾക്ക് ഒരാളെ ഹീൽ ചെയ്യാം. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, പ്രാണഊർജ്ജം. ഈ പ്രാണഊർജ്ജം ഉപയോഗിച്ച് നിങ്ങളൊരാളെ ഹീൽ ചെയ്യാൻ പോകുമ്പോൾ നല്ല പണി കിട്ടും. ഇവിടെ നമ്മൾ പ്രാണഊർജ്ജം ഉപയോഗിക്കുന്നില്ല, നിങ്ങളൊരാളെ ഹീൽ ചെയ്യാൻ പോകുന്നുമില്ല. എനർജീസ് വരുന്നു, അത് ഹീൽ ചെയ്യുന്നു, പോകുന്നു. അല്ലാതെ നിങ്ങൾ ഹീലർ ആവുമ്പോഴാണ് നിങ്ങൾ കർമ്മ എടുത്ത് വാങ്ങുന്നത്. യു ആർ നോട്ട് ഹീലർ, ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം എ മീഡിയം. കാരണം എനർജീസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു മീഡിയം മാത്രമാണ് ഞാൻ. അതേപോലെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഞങ്ങളിത് പഠിച്ചു, ഞങ്ങളിത് ഉപയോഗിച്ചില്ല, ഇത് പിന്നെയും ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പഠിച്ചു, നിങ്ങളൊരു മാസം കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്തില്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ ഉണ്ട്. ഇറ്റ്സ് ഓൺലി 23 മിനിറ്റ് 24 മിനിറ്റിൻ്റെ ഒരു മെഡിറ്റേഷൻ. കണ്ടിന്യൂസ് 7 ദിവസം ചെയ്യുക, ഓട്ടോമാറ്റിക്കലി വീണ്ടും എനർജി ആക്റ്റീവ് ആവും. ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിൽ സംഭവിക്കുന്ന അത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിയുമ്പം നോർമലി റേക്കി, പ്രാണിക്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ അവർ യൂസ് ചെയ്യാതെ ഇതിലോട്ട് ഷിഫ്റ്റ് ആവും. എനിക്കറിയാം ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെ റേക്കിയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, പ്രാണിക് ഹീലിംഗിൽ അറാട്ടിക് യോഗ മുതൽ അങ്ങനെ വലിയ ലെവൽസൊക്കെ കഴിഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. റേക്കി, പ്രാണിക് ഹീലിംഗ് ഒക്കെ പവർഫുൾ ടൂളാണ്. അപ്പം പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു ഉത്തരം, ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നു, ഇൻസ്റ്റൻ്റായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നു.
അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ബെനിഫിറ്റ്. ഇപ്പം ഇത്തരം എനർജികൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം അങ്ങ് ഇപ്പം ഒരു മീഡിയമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ആ ഒരു മൊഡാലിറ്റിയിൽ ഞാൻ മീഡിയം ആവുന്നു. എപ്പോഴെങ്കിലും നമുക്കിത് കാണാനോ അനുഭവിക്കാനോ? സർ, എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എനർജി കാണാൻ പറ്റില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഷോക്ക് അടിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതേപോലെ സാറിന് എനർജി ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിതിന് തൊട്ട് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഓൾറെഡി ആങ്കർക്ക് എനർജി ഫീൽ ചെയ്യിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പം അത് ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും അത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ചില സമയത്ത് നമുക്ക് സ്മെല്ലായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഒരു സ്മെല്ല്, നല്ല മണം. അത് പെർഫ്യൂമിൻ്റെ സ്മെല്ലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പെർഫ്യൂം ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ സ്മെല്ലൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഒരു ഭയങ്കര സുഗന്ധം എന്ന് പറയാം. അത് ഏത് പെർഫ്യൂമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല. നന്നായിട്ട് എനർജി നമുക്ക് എപ്പോഴും നമ്മൾ എനർജി കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ഒരു പ്രശ്നമായിട്ട് അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നു. അപ്പോൾ എനിക്കാണ് വിഷയം. അപ്പം അങ്ങ് എന്നെ ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു, മീഡിയേറ്ററായിട്ട്. എനിക്കത് മനസ്സിലാവുമോ? അറിയാനും പറ്റും. സാറിന് ഫീൽ ചെയ്യും. സാറിന് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് നമ്മളൊരാളെ ട്രാൻസിൽ കൊണ്ടുപോയിട്ടാണ് ഹീൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ട്രാൻസിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഹീലിംഗ് നടക്കൂലേ? നടക്കും. അയാളെ ആദ്യം റിലാക്സ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരെ ഡീപ്പ് ട്രാൻസ്, നമ്മൾ ബീറ്റയിൽ ആൽഫയിലാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്. ഇത് തീറ്റ കഴിഞ്ഞ് ഡെൽറ്റയിലാണ് ജാവനീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഓട്ടോമാറ്റിക്കലി അവരുടെ പാരാസിമ്പതറ്റിക് നെർവ്സ് സിസ്റ്റം ആക്റ്റീവ് ആവും. അവരുടെ ബോഡിയിലുള്ള ഗ്ലാൻസ്, അപ്പോൾ നമ്മൾ പറയുന്ന ചക്രാസ് എല്ലാം ഗ്ലാൻസ് ആണ്. 300ഓളം ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്, 300+ ചക്രാസ്. ഇത്രയും ചക്രാസും ആക്റ്റീവ് ആയതിനു ശേഷമാണ് അവിടെ ഹീലിംഗ് നടക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റൻ്റായിട്ട് അവർക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പല ആൾക്കാരും പറയാറുണ്ട്, സ്ലീപ്പിംഗ് എനർജീസ് ഉണ്ട് ഞങ്ങൾക്ക്. ആർക്കെങ്കിലും ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ ഇതങ്ങോട്ട് കൊടുക്കും. നമ്മൾ സാധാരണ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ചില സമയത്ത് നല്ല ക്ഷീണമായിട്ടായിരിക്കും വരുന്നത്, പക്ഷേ കിടന്ന ഉറക്കുന്നില്ല. യെസ്, ആ ഒരു ടൈമിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം, മറ്റുള്ളവർക്കും യൂസ് കൊടുക്കാം. ഇങ്ങനെയുള്ള പവർഫുൾ ടൂൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്നും പഠിച്ചില്ല, ഞാനിപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് സത്യം എനിക്ക് ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യണം ഞാൻ? നമ്മൾ സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ 100 വരെ 200 വരെയൊക്കെ എണ്ണം. ശരിക്കും ചിലപ്പോൾ ഉറക്കം സാർ ആ എണ്ണുന്നത് റിവേഴ്സിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ളാണ്. റിവേഴ്സിൽ കൗണ്ട് ചെയ്യുക. ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇറ്റ്സ് നോട്ട് ജാവനീസ്, ഇറ്റ്സ് സൈക്കോളജിക്കൽ. ഓരോരു തവണ കൗണ്ട് ചെയ്യില്ലേ, അപ്പോൾ കണ്ണ് അടയ്ക്കാതെ തുറക്കുക. അവിടെ സംഭവിക്കുന്നത് ടയറിങ് ഓഫ് സെൻസസ്. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. ഒരിക്കലും അല്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പം ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് ബെഡിൽ കിടക്കുക, അല്ലെങ്കിൽ വാട്ടെവർ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക, കംഫർട്ടായിട്ട് ഇരിക്കുക. ജസ്റ്റ് നമ്മൾ ഹീൽ ചെയ്യും, ജസ്റ്റ് 2 to 3 മിനിറ്റിൽ ഹീൽ ചെയ്യും. എന്നിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറയും. അവർ ബെഡ് കിടന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഒരു ടിപ്പാണിത്. നേരത്തെ റിവേഴ്സ്, തൽക്കാലം നമുക്ക് ജാപ്പനീസിൽ പോയില്ലെങ്കിലും നമുക്ക് തൽക്കാലം ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു, പ്രേക്ഷകർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണടക്കിയാൽ തുറക്കുക, അവിടെ ടയറിങ് ആ സെൻസസ് വർക്ക് ചെയ്യും. ഇത് റിവേഴ്സിൽ കൗണ്ട് ചെയ്യണം. നമ്മൾ 100, 99, 98, 97 റിവേഴ്സിൽ കൗണ്ട് ചെയ്യണം. 1 തൊട്ട് 100 വരെ എണ്ണരുത്, തിരിച്ച് എണ്ണണം. അപ്പോഴേ നമ്മുടെ ബ്രെയിന് പണിയെടുത്ത് തുടങ്ങുള്ളൂ. മറ്റേത് അതല്ല, നമുക്ക് അറിയുന്ന എണ്ണലല്ല നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പവർഫുൾ. എന്തായാലും അതൊരു ഭയങ്കര ഒരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഇതിപ്പോൾ ആർക്കൊക്കെ ഹീൽ ചെയ്യാം? ഇപ്പോൾ ഇതിപ്പം എനർജികൾ പലതും ഉണ്ടെന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞതിൽ സ്ലീപ്പിംഗ് ഉണ്ട്, ഇനിയും 2-3 സംഭവമുണ്ട്. ഇത് ആർക്കൊക്കെ ഹീൽ ചെയ്യപ്പെടാം? എല്ലാ അസുഖങ്ങൾക്കും എല്ലാ പ്രോബ്ലംസിനും നമുക്ക് ഹീൽ ചെയ്യാം. ബട്ട് ഇപ്പം മെസ്മറിസം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് ഡിസീസുള്ള ആൾക്കാർ യൂസ് ചെയ്യരുത്, ഫിക്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കരുത്, മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുത്. ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ജാവനീസിന് അങ്ങനെ ലിമിറ്റേഷൻസ് ഇല്ല. ജാവനീസിൽ നമുക്ക് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്, ബട്ട് അവർക്കും ഹീൽ ചെയ്യാം. അവരെ ഹീൽ ചെയ്യാനുള്ള ടൂൾസ് നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഇപ്പം മരുന്ന് കഴിക്കുന്നവരാണ്, അവർക്ക് സമയത്തിനവർക്ക് മരുന്ന് കഴിക്കണം, ബാക്കി കാര്യങ്ങൾ എക്സസൈസ്, അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അവർക്കിത് യൂസ് ചെയ്യാം, അവർക്കും യൂസ് ചെയ്യാം. ഈ റൊട്ടീനെ ബാധിക്കുന്ന ഒരിക്കലും ഇല്ല. അവർക്ക് നമ്മൾ വേറെ തന്നെ സ്ട്രക്ചേഴ്സാണ് കൊടുക്കുക.
ഓ, അതിന് വേറെ വേറെ തന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിനൊരു സ്ട്രക്ചർ നമുക്കുണ്ട്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ, ഞാൻ ഇടയിൽ കയറി ചോദിക്കുന്നു വിചാരിക്കുന്നത്, സോറി, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് ഒരാൾ, അയാൾക്ക് ഈ ജാവനീസ് കൊണ്ട് എന്തെങ്കിലും ഗുണം യൂസ് ചെയ്യാം. അല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെൽസ് നശിച്ചു പോവാണ് ചെയ്തത്. അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, പക്ഷേ നമ്മുടെ സമയം ക്രമം കാരണം ഞാൻ ചോദിക്കാത്തതാണ്. ഈ ഒരാൾ പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വയറിൽ നിന്ന് രക്തം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് 23 വർഷം. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക്, ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ, അവർക്ക് എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ ഇതെന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള. സർ, ഓട്ടോമാറ്റിക്കലി സെൽസ് റീജനറേറ്റ് ആവും. സെൽസ് നശിച്ചു പോകുന്ന സെൽസ് റീജനറേറ്റ് ആവും ക്യാൻസർ പേഷ്യൻസിന്. പക്ഷേ ഞങ്ങളെല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരിക്കലും മെഡിസിൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് മാത്രമായിട്ട് ചെയ്യരുത്. അതിന് മെഡിസിൻ കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കണം. സാർ, നമുക്ക് അത്രയും ആധുനിക ശാസ്ത്രം ഉണ്ടായിട്ട് അതിനെ തോൽപ്പിക്കുന്ന രീതിയിലല്ല ഒരു ഹീലിംഗ് മൊഡാലിറ്റീസും പോകേണ്ടത്. മെഡിസിൻസ് നിങ്ങൾ കഴിക്കണം. 10 ദിവസം കൊണ്ട് മാറേണ്ട അസുഖം 1 ദിവസം കൊണ്ട് മാറിയാൽ ഹാപ്പി ആവില്ലേ? 2 ദിവസം കൊണ്ട് മാറിയാൽ ഹാപ്പി ആവില്ലേ? തീർച്ചയായും. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. മെഡിസിൻസ് ഒരു കാരണവശാലും ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്താണ് പല ഡേഞ്ചറിലോട്ട് നമ്മൾ പോകുന്നത്. എല്ലാ ഹീലിംഗ് മൊഡാലിറ്റിയുടെ കൂടെയും നിങ്ങൾ മെഡിസിൻസ് കഴിക്കണം, പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, ഇത് പ്രാക്ടീസ് ചെയ്യും, ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കുക. ഈ ഓട്ടിസം പോലുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വിളിക്കാറ്. 100%. അവർക്ക് അവരുടെ മാതാപിതാക്കൾക്കാണ് കൂടുതൽ അവർ റിസ്കി നിൽക്കുന്നത്. കാര്യം ഇവരുടെ ഭാവി എന്നൊക്കെ ആലോചിച്ച് അവരൊരുപാട് വിഷമഘട്ടങ്ങളിലൂടെ പോകുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ മൊഡാലിറ്റി ഉണ്ട്. അവർക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് നമുക്കൊരു പരിധി വരെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും അവരുടെ കംപ്ലീറ്റ് ഓട്ടിസം മാറ്റിക്കളയാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു. സാറ് ചിലപ്പം ഇരുന്ന് ചിരിക്കും ആ കോള് കേട്ട് കഴിഞ്ഞു. വിളിക്കുന്നത് അയർലാൻഡിൽ നിന്ന്. ഞാൻ ഫോൺ ആൻസർ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, 5 മാസം പ്രഗ്നൻ്റ് ആണ്. ഇപ്പം നമ്മളെ നാട്ടിലൊന്നും നമുക്ക് ജെൻഡർ ഐഡൻറ്റിറ്റി പറ്റില്ല, അവിടെ അത് പറ്റും. ഞാൻ സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് പെൺകുട്ടിയാണ്, പക്ഷെ എനിക്ക് ആൺകുട്ടിയാണ് വേണ്ടത്. ഹീലിങ്ങിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും സാർ അതിൻ്റെ ഉത്തരം? ഇത്തരത്തിലുള്ള മനുഷ്യരിപ്പോഴും ഉണ്ടോ? സർ, ദൈവമാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ്. പുള്ളി കൊടുത്തൊരു കാര്യം വേണ്ട എന്ന് പറയുന്നൊരവസ്ഥ പുള്ളി അനുഗ്രഹിച്ചു കൊടുക്കുക. എത്ര ആൾക്കാർ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞു കഷ്ടപ്പെടുന്നു. നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, പല ചികിത്സകൾ ചെയ്യുന്നു. ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതിൻ്റെ ജെൻഡർ വെളിപ്പെട്ട സമയത്ത് എനിക്ക് ആൺകുട്ടിയാണ് വേണ്ടത്, പെൺകുട്ടിയെ വേണ്ട, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? ഞാനപ്പോൾ ദൈവത്തിൻ്റെ മുകളിൽ പോകണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, നമ്മളൊരു ഒരു 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 തലമുറയ്ക്ക് പുറകെ എത്രയോ തലമുറ ബാക്കിലോട്ട് പോയതുപോലെ ആയിപ്പോയി ഇപ്പോൾ. സാർ, ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ഷോക്കാവെന്ന് പറയുന്നത് കണ്ണ് നിറഞ്ഞു പോയി. സത്യം, ഇപ്പോഴത് പറയുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോകും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഇത് കുട്ടികളെ ഇല്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. അവരുടെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. മലയാളിയാണോ? മലയാളി. ഇപ്പം ഞാൻ അതിനൊരു ടാഗും കൂടി പറയാം, പരസ്യത്തിൽ ഉപയോഗിച്ച്, ആഗോള മലയാളി ലോക്കലാകരുത്. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങളും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ ചിന്തിക്കുമ്പോൾ ആളുടെ മാനസിക തലങ്ങളാണ് മാറുന്നത്. അല്ല, ചിലപ്പം അവരുടെ പ്രഷറായിരിക്കാം, അവർക്ക് ഫാമിലിയിൽ നിന്നുള്ള പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ പ്രഷറായിരിക്കാം. ഒരമ്മ അത് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതാണ്, ഒരമ്മയ്ക്കത് ഒരിക്കലും പറയാൻ പാടില്ല. അല്ല, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തർ ചിന്തിച്ചു കഴിഞ്ഞാൽ സാർ, ഈ ലോകം എവിടെ എത്തും? തീർച്ചയായിട്ടും ഇവരൊന്നും ചിലപ്പോൾ അവരുടെ പ്രഷറായിരിക്കും അവർ പറഞ്ഞത്, പക്ഷേ എന്നാൽ പോലും അതൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അല്ല, ഞാൻ ചോദിച്ചതൊക്കെയാണ് ഇത്, ഈ ഓട്ടിസം പോലുള്ള അതിനെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രാക്ടീസൊക്കെ ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന രീതി? സാർ, എനിക്കറിയില്ല. കാരണം ഐ വോണ്ട് റെക്കമെൻഡ്. അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഒരിക്കലും അവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നല്ല.
റിലീഫാണല്ലോ ഉദ്ദേശിച്ചത്. റിലീഫ് അച്ഛനും അമ്മയ്ക്കും അതെ, റിലീഫ് ഓക്കെ. കാരണം ഹൈപ്പറായ കുട്ടികളെ നമുക്ക് അതെ അതെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അല്ലാതെ ടോട്ടലി അവർ ചേഞ്ച് ആവും അങ്ങനെയൊക്കെയുള്ള ഈ വാഗ്ദാനം തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങ് ഒന്നിനും ഞാൻ 100% ഇത് മാറും. പലരും എന്നെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 101% മാറാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങയോട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല, അങ്ങയുടെ ഒരു ചിന്തക അല്ല വേറെ. സാർ, ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1000+ ഹീലിങ്സ് ചെയ്തിട്ടുണ്ട്. അത്രയും ഹീലിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാർക്കും റിസൾട്ട് കിട്ടിയിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നല്ല റിസൾട്ട് കിട്ടും, വേദനയാണെങ്കിൽ വേദന മാറി ഹാപ്പി ആയിട്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊരു ചെക്കിങ് ഉണ്ട്. പോയോ വേദന, പോയോ വേദന, വന്നോ, ഇത് വീണ്ടും അവർ വിളിച്ചു വരുത്തും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട്. സാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കാത്ത റിസൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അതേപോലെ റിലേഷൻഷിപ്പ്, ഞങ്ങളൊരിക്കലും കാമുകൻ തേച്ച് പോയി തിരിച്ച് വിളിച്ചു തരുമോ, ചെയ്യൂല. അതിന് ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. ഒരുപാട് ഈ തിരിച്ച് എനിക്ക് അവനെ തിരിച്ച് കിട്ടണം. കഴിഞ്ഞ ദിവസം ഇതേപോലെ എനിക്കൊരു കോൾ വന്നത് ഇതാണ്. എൻ്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ച് പോയി, എനിക്ക് അവനെ തിരിച്ച് വേണം. എൻ്റെ ഫോണിൽ എപ്പോഴും അതിന് മെസ്സേജ് അടക്കമുണ്ടാവും, അവൻ ഡ്രഗ് അഡിക്റ്റാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഈ ഡ്രഗ് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ IPS ഓഫീസർ അല്ലെങ്കിൽ IAS ഓഫീസർ, കലക്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ പദവിയാണോ? അവൻ ഡ്രഗ് അഡിക്റ്റാണ്, ഉപേക്ഷിച്ച് പോയത് നല്ലത് എന്നല്ല ഇപ്പോഴത്തെ കുട്ടികളെ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത്. അവർ ചിന്തിക്കുന്ന അതല്ല, അവനെ എനിക്ക് തിരിച്ചു വേണം. നന്നാക്കി എടുക്കാനാണെങ്കിൽ ഓക്കെ, ഞാനും കൈയടിച്ച് പാസ്സാക്കുന്നു. പക്ഷേ മറ്റേത് എനിക്കറിയില്ല എന്താ അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇന്നത്തെ സമൂഹം. പക്ഷേ ഞങ്ങൾ ഈ ലവ് ഫെയിലിയർ കേസുകൾ ഒറ്റ പിന്നെ നമുക്ക് എങ്ങനെ നമുക്കിപ്പോൾ ഇതിപ്പം വളരെ പിന്നെ എന്താ പറയുക, ലൈഫിൽ ഒരു ചേഞ്ച് വരുന്ന രീതിയിലുള്ളൊരു അട്രാക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം? എൻ്റെ ലൈഫിൽ ചേഞ്ച് വരണം, ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ സാറിൻ്റെ റിലേഷൻഷിപ്പ്, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, ഇപ്പം മണി, ഫിനാൻസ്, ഇതിലെല്ലാം മാറ്റങ്ങൾ വരും. ഇൻസ്റ്റൻ്റായിട്ട് മാറും. 100% മാറും. സാർ നേരത്തെ പറഞ്ഞ 100% ഞാൻ എടുത്തു പറയാം. 100%. ഇതൊക്കെ 100% നമ്മൾ പറയും അല്ലേ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഓരോരുത്തരുടെ ലൈഫിൽ മാറിയിട്ടുണ്ട്. ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എനർജി അറ്റൈൻമെൻറ്റ് കഴിയുമ്പം തന്നെ ആൾ ശരിക്കും മാറും. ലൈഫിൽ ഗംഭീര ചേഞ്ചസ് വരും. അവർ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് റെഡിയായാൽ മാത്രം മതി. ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി ചോദിക്കരുത്. ലോട്ടറി എടുത്തിട്ട് എനിക്ക് മാറണമെന്ന് നടക്കില്ല, സമ്മതിക്കൂല. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ എനർജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സാറിന് 100 കിട്ടേണ്ടടുത്ത് 500 കിട്ടും. നല്ല മാർഗത്തിലൂടെ മാത്രം കാശ് തരണം, നല്ല മാർഗത്തിലൂടെ മാത്രം ചിലവഴിക്കണം. അതിന് സാറിന് കാശ് കിട്ടും.